സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അവരെ പാരസ്പര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഹൃദയബന്ധം ആ സമൂഹത്തിലുള്ള എല്ലാവരുമായി പുലർത്തണം. മനുഷ്യനാകണം എന്നാണ് അതിനർത്ഥം. അതിനേക്കാൾ വലിയ ഒരു ദൈവികമായ ഒരു സന്ദേശം വേറെയില്ല. നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കണ്ണുനീര്, അതെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യജന്മം എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കേരള യാത്ര എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉസ്താദും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി തന്നെ, ആ ഒരു കാരുണ്യ പദ്ധതി തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു. മനുഷ്യന്റെ സങ്കടങ്ങൾ കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന മനോഹരമായ സന്ദേശമാണ് നൽകുന്നത്. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സുന്നി പാരമ്പര്യം. അതൊരു സൂഫി പാരമ്പര്യമാണ്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന സൂഫി വര്യന്മാരുടെ സന്ദേശമാണ്. മനുഷ്യരുടെ ഇടയിൽ സമഭാവന ഉണ്ടാകണം, സാഹോദര്യമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, സമാധാനപ്രിയരായിരിക്കണം എന്നതാണ് സൂഫി പാരമ്പര്യം. ആ സൂഫി പാരമ്പര്യത്തിന്റെ ലെഗസിയാണ്, അതിന്റെ പൈതൃകമാണ് അഭിവന്ദ്യരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ പൈതൃകമാണത്. 70കളുടെ തുടക്കം മുതൽ അതിന് നേതൃത്വം വഹിച്ച ആളാണ് അഭിവന്ദ്യനായ ഉസ്താദ്. ഷംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കൂടെ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. അത് കേരളത്തിൽ സമാധാനം പുലരാൻ ഈ മലയാളികളെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10,000-കണക്കിന് മനുഷ്യർക്ക് സ്നേഹത്തിന്റെ സാന്ത്വനം നൽകിയ പ്രസ്ഥാനമാണിത്. അതിന് നേതൃത്വം കൊടുത്തയാളാണ് ഉസ്താദ്. എത്രയോ പേർക്ക് പാർപ്പിടങ്ങൾ, എത്രയോ പേർക്ക് സൗജന്യ വൈദ്യസഹായങ്ങൾ, എന്തുമാത്രം സഹായങ്ങളാണ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പദ്ധതികൾക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളത്. അറിവിന്റെ വെളിച്ചമാണ് വിദ്യാഭ്യാസം, അല്ലേ? ഈ അന്ധകാരത്തിലേക്ക് വെളിച്ചം പകരുന്നതാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അറിവിന്റെ, വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൈപിടിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.